ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇവാനിയൻ ധ്യാനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. സ്നേഹമാർഗത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനങ്ങളും ധ്യാനങ്ങളുമാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ ധ്യാനത്തിൻ്റെ അവസാനം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അല്പം സന്യാസത്തിൻ്റെ ഭാവങ്ങളെ സ്ട്രെസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ സ്നേഹമാർഗത്തിലാണ് വ്രതത്രയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് സ്നേഹത്തിൻ്റെ അപ്പുറത്തല്ല, സ്നേഹത്തിൻ്റെ ഉള്ളിലാണ് വ്രതത്രയങ്ങൾ കൊണ്ട് യാഗപശുവിനെ മുറിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ മ്ലേച്ഛതകളെയും പുറത്താക്കി പിന്നീട് ബാക്കിയുള്ള ആ പരിശുദ്ധമായ അംശത്തെ യാഗാഗ്നിയിൽ ദഹനബലിയായിട്ട് കൊടുക്കുന്നത്. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ്. സോ ആ വ്രതത്രയങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഇവാഞ്ചലിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ സന്യാസ വ്രതത്തിൻ്റെ 3 ഭാവങ്ങളെയാണ് വ്രതത്രയങ്ങളുടെ കത്തി എന്ന് ഉപയോഗിക്കുന്നത്. അത് സ്നേഹത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണയും ആ കത്തികളാണ്, നമ്മുടെ ഉള്ളിലെ മ്ലേച്ഛതകളെ പുറത്താക്കാനുള്ള കത്തികൾ. പക്ഷേ അത് 3 വരുന്നത് സംരക്ഷിക്കാനുള്ള ഭാവത്തിൽ നിന്നാണ്. സ്നേഹം സംരക്ഷണമാകുമ്പോഴാണ് നമ്മൾ ദാരിദ്ര്യത്തെ വരിക്കുന്നത്. ഇത് എനിക്ക് മതി. ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലായ്മ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈസ് ഏബിൾ ടു സേ ദിസ് ഈസ് ഇനഫ് ഫോർ മീ. ആ ധാരാളിത്തത്തിൽ നിന്ന് മാറിയിട്ട് ഈ ഏബിൾ ടു സേ ഇത് മതി എനിക്ക്. അതുപോലെ അനുസരണ, ആ കുരിശുമെടുത്ത് അതിൻ്റെ അവസാനം വരെ പോകാനുള്ള ആ വിശ്വസ്തത. കാരണം അത് സേവകൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവൻ്റെ ഭാവമാണ്, സന്യാസിയുടെ ഭാവമാണ്, അത് സ്നേഹമാണ്. അപ്പോൾ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സന്യസ്ത വ്രതത്രയങ്ങളിലേക്ക് കയറുന്നത് സ്നേഹത്തിൽ നിറയുമ്പോഴാണ്. സംരക്ഷിക്കാനുള്ള ഭാവം അതിൻ്റെ പൂർണ്ണതയിലേക്കൊക്കെ കടക്കുമ്പോഴാണ് ഒരു സന്യാസി ജനിക്കുന്നത്. അത് ഇവാനീഷ് പിതാവിൽ നമ്മൾ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. സന്യാസത്തിലേക്ക് വളരുന്നതിനോടൊപ്പം എല്ലാത്തിനെയും സംരക്ഷിക്കാനുള്ള ആ തീക്ഷ്ണത നമുക്ക് പിതാവിൽ കാണാൻ കഴിയും. അത് അനാഥ കുട്ടികളെ ആയിക്കോട്ടെ, അമ്മച്ചു പശുവിനെ ആയിക്കോട്ടെ, മുറിയിലേക്ക് ഒഴുകി വരുന്ന മഴത്തുള്ളി കിടാങ്ങളെ ആയിക്കോട്ടെ, എല്ലാത്തിനെയും സംരക്ഷിക്കാനുള്ള ആ വലിയ ഭാവം കയറി വരുമ്പോൾ പിതാവ് സ്വയം സംരക്ഷണമാകാൻ തുടങ്ങും. അതിൻ്റെ സംരക്ഷണത്തിലാണ് മലങ്കര സഭ വളർന്നു വന്നത്, സ്നേഹത്തിലാണ് വളർന്നു വന്നത്. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ചോദിക്കാം. പക്ഷേ സ്നേഹമാർഗം അല്ലെങ്കിൽ ഇവാനിയൻ വേ എല്ലാ വ്യക്തികളും ഫോളോ ചെയ്യേണ്ടതല്ലേ? അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങളത് ഇതുവരെ കേട്ടു വന്നതല്ലേ? അപ്പോൾ അവസാനം അത് പെട്ടെന്ന് എങ്ങനെയാണ് സന്യാസികൾക്ക് മാത്രമാവുക? ഞങ്ങൾ വ്രതത്രയങ്ങളൊന്നും എടുക്കുന്നില്ലല്ലോ, ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ, ഞങ്ങൾ കുടുംബത്തിൽ ജീവിക്കുന്നില്ലേ? അപ്പോൾ അവിടെ എങ്ങനെയാ ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണയൊക്കെ ഞങ്ങൾ പാലിക്കുന്നത്? അപ്പോൾ അതെങ്ങനെ? അപ്പോൾ ഇവാനിയൻ വേ ഇവിടെ വെച്ച് വേർപ്പെടുകയാണോ? നോ, ഇറ്റ്സ് സെയിം ഫോർ എവരിബഡി, ഇറ്റ്സ് സെയിം ഫോർ എവരിബഡി. ഇനി നിന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് നോക്കുക. ഒരു കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കൈ പിടിക്കുമ്പോൾ യു ആർ നോട്ട് സേയിങ് ദാറ്റ് യു വിൽ ഡു ദാറ്റ് വൺ ദിസ് വൺ ടു ദാറ്റ് ലേഡി. നോ, ആരും ആരെയും ഉപയോഗിക്കാനായിട്ട് കല്യാണം കഴിക്കുന്നില്ലല്ലോ. അങ്ങനെയാണോ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പൊസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാറിനെ പൊസസ് ചെയ്യുന്നത് പോലെ, ഭൂമിയെ പൊസസ് ചെയ്യുന്നത് പോലെ നീ ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ ഒരു ആണിനെയോ പൊസസ് ചെയ്യോ, ഇത് എൻ്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കുന്ന ഒരു രീതിയാണോ ഒരു കല്യാണത്തിൻ്റെ ഉള്ളിലുള്ളത്? ഇറ്റ്സ് നോട്ട് ദാറ്റ്. ആ വ്യക്തി നിന്റെ എക്സ്റ്റൻഷൻ ഒന്നുമല്ല. അതിൻ്റെ മുകളിൽ കുതിര കയറാനും ഭരിക്കാനും അല്ലെങ്കിൽ എൻ്റെയാണ് അവള് എന്ന് പറയുന്ന അത് ആ ലാംഗ്വേജൊക്കെ ലോകത്തിൻ്റെ ചിന്തകളല്ലേ, സ്നേഹമില്ലായ്മയുടെ ചിന്തകളല്ലേ.
മലങ്കര സഭയുടെ കല്യാണ രീതികളിലോ അല്ലെങ്കിൽ ബാക്കി കത്തോലിക്ക സഭയുടെ കല്യാണ രീതികളില് ആ ലിറ്റർജിയില് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. മറിച്ച് ഒരു വലിയ തീരുമാനമാണ് അവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും നിന്റെ വിശ്വസ്ത പങ്കാളിയായിട്ട് ഞാൻ ജീവിക്കാം. ഐ ഡു എന്ന് പറയുന്ന, എനിക്ക് സമ്മതമാണ് എന്ന് പറയുന്നതില് നിങ്ങൾ അവർ ഉപയോഗിക്കുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സോ വാട്ട് യു ആർ ആക്ച്വലി സേയിങ് ഐ ഡു, അല്ലെങ്കിൽ എനിക്ക് സമ്മതമാണ്. എന്താണ് എനിക്ക് സമ്മതം? ഇവളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവനെ സംരക്ഷിക്കാൻ, അത് ചെയ്യാൻ ഇത് ചെയ്യാൻ എന്നല്ല പറയണേ. യു ആർ സേയിങ് ഐ വിൽ പ്രൊട്ടക്ട് ഹെർ ഓർ ഐ വിൽ പ്രൊട്ടക്ട് ഹിം, ഈവൻ ഗിവിങ് മൈ ലൈഫ്. പിന്നീട് ആ സംരക്ഷണത്തിന്റെ ജീവിതമാണ് ദാമ്പത്യ ജീവിതം. നീ അവളെ അല്ലെങ്കിൽ അവനെ സംരക്ഷിക്കുന്നു. ആ സംരക്ഷണം അതിൻ്റെ മൂർധാവിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ സംരക്ഷണം രണ്ടുപേരെയും അഫക്റ്റ് ആവാൻ തുടങ്ങുമ്പോൾ വ്യക്തി മറ്റു വ്യക്തിയോട് പറയാണ്, നീ എന്നെ എത്രമാത്രം സംരക്ഷിക്കുന്നു, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നെ എടുത്തോളൂ. അങ്ങനെ പറയുന്ന ഒരു സമർപ്പണമല്ലേ ദാമ്പത്യ ജീവിതം? ദാമ്പത്യ ജീവിതം അപരനെ അപ്പമാക്കുന്നതാണോ? അല്ല, സംരക്ഷിക്കുന്നതാണ്. സോ വിവാഹ ജീവിതത്തിന്റെ അന്തരാളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ രണ്ടുപേര് ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും സംരക്ഷണമില്ലായ്മ അവിടെ വരാൻ പാടില്ല. സംരക്ഷിക്കുന്ന സ്നേഹമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മുഖമുദ്ര. അപ്പൊ അവിടെ സംരക്ഷിക്കണം. ആ സംരക്ഷണമില്ലാതെ ആകുമ്പോഴല്ലേ സ്പർശങ്ങളൊക്കെ വെറുപ്പുകളായിട്ട് മാറുന്നത്. ഇപ്പൊ പരസ്പരം നിങ്ങൾ രണ്ടുപേരുടെയും സംരക്ഷണത്തിന്റെ മൂർധാവില് പരസ്പരം നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഞാനും അതാ ചെയ്തത്. ദൈവത്തോടുള്ള അല്ലെങ്കിൽ സഭയോടുള്ള എൻ്റെ സ്നേഹത്തിൽ ഞാൻ സഭയോട് പറയുന്നു, സഭ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം സംരക്ഷിക്കുന്നു, തിരിച്ചു തരാൻ എനിക്ക് ഒന്നുമില്ല, എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പൗരോഹിത്യ സമർപ്പണം നടത്തി, അല്ലെങ്കിൽ സന്യാസ സമർപ്പണം നടത്തി. ആ സമർപ്പണം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ. അവിടെ ആ ദാമ്പത്യ ജീവിതത്തിന്റെ സംരക്ഷണത്തിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങളിലും ജീവിത വിശുദ്ധി വരണ്ടേ, നിങ്ങളിലും ആ ദാരിദ്ര്യം വരണ്ടേ, നിങ്ങളും അനുസരണത്തിന്റെ പാതകളെ പിൻചെല്ലണ്ടേ. കാരണം അതവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കില്ല. ഇപ്പൊ സംരക്ഷണമില്ലാത്ത സ്പർശങ്ങള് അല്ലെങ്കിൽ സംരക്ഷണ വലയത്തിന്റെ പുറത്തുള്ള പുരുഷ സ്ത്രീ ബന്ധങ്ങളൊക്കെ വെറുപ്പുളവാക്കുന്നതാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ പറയണേ. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കൂടെ കിടക്കാൻ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ കൂടെ കിടക്കാൻ വിവാഹം ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയണതല്ലേ. അപ്പൊ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോ ഒരു പുരുഷനെ കൊല്ലുകയും ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ജസ്റ്റ് റേപ്പ്. അപ്പോൾ ഒരു സൈഡില് നമ്മൾ ഉദാത്തവൽക്കരിക്കപ്പെടുന്ന പല കാര്യങ്ങളും അറപ്പിന്റെയും വെറുപ്പിന്റെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ഭാവങ്ങളായിട്ട് വളരില്ലേ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് ഒരു ബന്ധത്തെ പവിത്രമാക്കുന്നത്? ആ ബന്ധത്തെ പവിത്രമാക്കുന്നത് അതിന്റെ സംരക്ഷണമാണ്. അപ്പൊ സംരക്ഷണ വലയത്തിന് പുറത്തുള്ള ഏത് സ്പർശങ്ങളും പുരുഷനും സ്ത്രീക്കും അറപ്പുളവാക്കുന്നതാണ്. യു ജസ്റ്റ് തിങ്ക് ദാറ്റ് സംരക്ഷണ വലയത്തിന്റെ അപ്പുറത്ത്. അതുകൊണ്ടാണ് നമ്മൾ പ്രീ മാരിറ്റൽ സെക്സ് ഒന്നും പറ്റില്ല എന്നൊക്കെ പറയണേ. അല്ലാതെ സഭയ്ക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല. സഭയുടെ അടിയിൽ സ്നേഹത്തിന്റെ ഉദാത്തമായ ചിന്തകളുണ്ട്. നമ്മൾ സംരക്ഷിക്കാം എന്ന് പറയാതെ യു കനോട്ട് യൂസ് ദി അതർ. സമർപ്പണമാണ് അപ്പോൾ ആ പുരുഷ സ്ത്രീ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ ഈ ബൈബിളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ദാവീദിന് പറ്റിയ തെറ്റൊക്കെ അങ്ങനെയല്ലേ. സംരക്ഷിക്കാത്ത കുടുംബജീവിതങ്ങൾ നമ്മൾ ദാവീദിൽ കാണാൻ കഴിയും. ഊറിയയുടെ സ്ത്രീയെ അകലെ നിന്ന് കണ്ട് അപ്പമാക്കുന്നതും പിന്നെ അത് പറ്റിക്കാൻ നോക്കുന്നതും, സംരക്ഷിക്കാനുള്ള ഭാവത്തില് ഊറിയയുടെ സ്ത്രീയെ ഊറിയ മരിച്ചു കഴിയുമ്പോൾ, പക്ഷെ അത് സംരക്ഷണമായിരുന്നില്ല, ചതിയായിരുന്നു. പക്ഷെ അന്ന് രാത്രി പ്രവാചകൻ ദാവീദിനെ വാൺ ചെയ്യും, നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി ഒരിക്കലും
സംരക്ഷണത്തിന്റെ ആ ഒരു ഇത് ഉണ്ടായിരിക്കില്ല, വാളായിരിക്കും വരാം. സംരക്ഷണം എടുത്തു കളഞ്ഞിരിക്കുന്നു എന്ന് പറയും. പിന്നെ ഈ കാണുന്ന 13-ാമത്തെ ചാപ്റ്ററിൽ, ആ സാമുവേലിന്റെ പുസ്തകത്തിൽ 1 സാമുവേലിന്റെ 13-ാം ചാപ്റ്ററിൽ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ആമോനും തൻ്റെ പെങ്ങളും തമ്മിലുള്ള ഒരു അഭിഹിത ബന്ധം. എന്നിട്ട് തൻ്റെ പെങ്ങളോട് ആകർഷണം തോന്നുന്ന യുവരാജാവ് ഒരു സൂത്രത്തിലൂടെ പനി പിടിച്ച് കിടക്കുകയും അപ്പച്ചനോട് പറയുകയും പെങ്ങൾ വന്ന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തന്നുകയും ഞാൻ തിന്നാന്ന് പറയലും ആ പാവ അതിൻ്റെ സ്നേഹത്തോടു കൂടി ചെല്ലുന്നതും അത് കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന് നീ ഭക്ഷണം തായോ എന്ന് പറയുന്നതും അവിടെ ഒരു വളരെ തെറ്റായ ഒരു റിലേഷൻഷിപ്പ് നടക്കും. അത് സംരക്ഷിക്കാത്ത ഭാവങ്ങളാണ്. അത് കഴിയുന്ന ഒരു സീനുണ്ട്. അതിൽ തമാറിനെ വാതിലിന്റെ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ തമാർ പറയും, നേരത്തെ നീ ചെയ്തതിനേക്കാളും വേദനജനകമാണ് നീ ഇപ്പോൾ ഈ ചെയ്യുന്നത്. എന്നെ സംരക്ഷിക്കാതെ എന്നെ ഇങ്ങനെ വലിച്ചെറിയുന്നത് എനിക്ക് അധികം വേദനാജനകമാണ്. പക്ഷേ ആമോന്റെ മനസ്സിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവളോട് തോന്നിയ ആകർഷണത്തെക്കാൾ അധികം വെറുപ്പ്, അല്ലെങ്കിൽ അബോഹറൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഇതിനോട് സിംപ്ലി താല്പര്യമില്ല, അതിനോട് ഹെയ്റ്റ്, വെറുപ്പ് തോന്നി എന്ന് പറയും. എത്രമാത്രം ആകർഷണം തോന്നിയോ അതിലധികം വെറുപ്പ് തോന്നി എന്ന് പറയും. സംരക്ഷണമില്ലാത്ത സ്പർശങ്ങൾ ഈ വെറുപ്പുകളിലേക്ക് എത്തിക്കും. അത് ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, സുഹൃത്ത് ബന്ധങ്ങളിലായിക്കോട്ടെ, സംരക്ഷണത്തിന്റെ ഭാവങ്ങളില്ലാത്ത സ്പർശങ്ങൾ വെറുപ്പുകൾ ഉളവാക്കും. അവസാനം അവനെ ആ പെണ്ണിനെ പുറത്താക്കി കിങ്കരനോട് വാതിൽ അടച്ചിടാൻ പറയും. കരഞ്ഞുകൊണ്ട് പോകുന്ന പെങ്ങളെ കണ്ടിട്ട് അബ്സലോമും ചോദിക്കും, എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ തമാർ ഇങ്ങനെ കാണിക്കും. അപ്പോൾ തൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. പിന്നീട് അബ്സലോം വിചാരിക്കും അപ്പച്ചൻ അത് ചോദിക്കുന്നത്. അപ്പച്ചൻ യുവരാജാവായ അമ്മനോട് അത് ചോദിക്കില്ല. അപ്പൊ അനിയൻ ചേട്ടനെ കൊല്ലും. നീ എൻ്റെ പെങ്ങളെ തൊട്ടില്ല, എൻ്റെ കയ്യാൻ പെട്ടെന്നും പറഞ്ഞ് ചേട്ടനെ കൊന്നുകളയും. സംരക്ഷണമില്ലാത്ത സ്നേഹം അങ്ങനെ ദാവീദിന്റെ കുടുംബത്തിൽ കത്തിക്കയറാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അബ്സലോമിനെ ദേഷ്യപ്പെടുന്ന ദാവീദിനോട് ചോദിക്കും, താൻ അപ്പനാണോടോ എന്ന് ചോദിക്കും. എന്ത് സംരക്ഷണം താൻ കുടുംബത്തിൽ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അപ്പനെതിരെ പിന്നെ യുദ്ധം പ്രഖ്യാപിക്കും. അപ്പനും അനുചരന്മാരും കാട്ടിലേക്ക് ഓടുമ്പോൾ ഈ മോൻ വന്നിട്ട് അപ്പന്റെ രാജകൊട്ടാരത്തിലുള്ള എല്ലാ ഉപപത്നിമാരെയും കുറെ പെണ്ണുങ്ങളുണ്ടായിരുന്നു ഒക്കെ വിളിച്ചിട്ട് ഒന്ന് റോട്ടിലിട്ട് റേപ്പ് ചെയ്യും. പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന. എന്നിട്ട് പറയും, ഗോ ആൻഡ് ടെൽ മൈ ഫാദർ ഐ വിൽ ഡു ടു ഹിം ലൈക്ക് ദാറ്റ്. വെറുപ്പ് അതിൻ്റെ പരകാഷ്ഠയിലേക്ക് എത്തും. ദാവീദിന്റെ വീട്ടിലുണ്ടായ ചെറിയൊരു വെറുപ്പായിരുന്നു അത്, സംരക്ഷണമില്ലാത്ത സ്പർശങ്ങളാൽ വന്നത്. പിന്നീട് ദാവീദിന്റെ പുത്രൻ എന്നൊക്കെ യേശു പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഉദാത്തവൽക്കരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വെറുപ്പുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ മ്ലേച്ഛതയുടെ അടിത്തട്ടുകളിലേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യപുത്രനെയും കൂടി കാണണം. നമ്മുടെ ആ വെറുപ്പുകളെ സംരക്ഷണത്തിന്റെ വലയത്തിലൂടെ സംരക്ഷിക്കുന്ന സ്നേഹമാർഗത്തിലേക്ക് കൊണ്ടുവന്ന് പുനരൈക്യപ്പെടുത്തുന്ന സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് യേശു കടന്നു വന്നതൊക്കെ നമുക്ക് രക്ഷാകരമായ തിരുത്തലിലൂടെ, പുനരൈക്യത്തിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ മനസ്സിലാവും വെറുപ്പ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടെന്ന്. സംരക്ഷിക്കാത്ത ആക്ഷനുകളുടെ ഉള്ളിലൊക്കെ വെറുപ്പ് ഉടലെടുക്കുന്നുണ്ടെന്ന്. ആ വെറുപ്പിന്റെ പര്യായത്തിലല്ലേ പുത്തൻകൂർ സമുദായം പോലുള്ള ഒരു സമുദായത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. അത് മെനശിസ് ഒരു സമൂഹത്തെ പരിഷ്കരിക്കാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ സംരക്ഷിക്കാതെയുള്ള നിയമപാലനങ്ങൾ, സംരക്ഷിക്കാതെയുള്ള അടിച്ചമർത്തലുകൾ, ആ സംരക്ഷണമില്ലായ്മയിൽ നിന്ന് പൊന്തി വന്ന ഒത്തിരി വേദനജനകമായ അവസ്ഥകള് പുത്തൻകൂറില് സ്നേഹമില്ലാതെയാക്കി. പക്ഷെ അവിടെ ഭക്തിയുടെ കുറവുണ്ടായിരുന്നോ, നിയമങ്ങളുടെ കുറവുണ്ടായിരുന്നോ? പക്ഷെ പിതാവ് അവിടെ സ്നേഹത്തിന്റെ അഭാവത്തെ ദർശിക്കാൻ തുടങ്ങി. സ്നേഹത്തിലേക്ക് കടക്കണം, നമ്മൾ സ്നേഹമാർഗികളാകണം, നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ അബ്ദുള്ള പാത്രിയാർക്കീസ് പോലുള്ള വ്യക്തി വന്നിട്ട് മലങ്കര സഭയുടെ ലൗകിക അധികാരങ്ങളും വേണം എന്ന് പറഞ്ഞപ്പോ ഓക്കെ, അത് കുഡ് ഹാവ് ബീൻ ഡൺ. പക്ഷെ സംരക്ഷിക്കാതെ അതിനെയൊക്കെ അപ്പമാക്കാനുള്ള വ്യഗ്രത, സംരക്ഷിക്കാതെ അപരനെ അടിച്ചമർത്താനുള്ള വ്യഗ്രത, അതൊക്കെ വെറുപ്പ് ഉളവാക്കി, പരസ്പരം ആഴത്തിലുള്ള വെറുപ്പുകൾ ഉളവാക്കി. അപ്പൊ മലങ്കര സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ
He began to see another layer. സംരക്ഷണമില്ലാത്ത സഭാത്മകത, സംരക്ഷണമില്ലാത്ത കുടുംബങ്ങള്, സംരക്ഷിക്കാതെയുള്ള അധികാര വിനിയോഗങ്ങള്, അവിടെ പരസ്പരം സംരക്ഷിക്കാൻ താല്പര്യമില്ലാതെ ഇറ്റ് ഓൾ ബിക്കം എ ഡെഡ് ലെറ്റേഴ്സ്. അതിലാ തൻ്റെ സന്യാസത്തിലൂടെ എല്ലാത്തിനെയും ഊർവരമാക്കാനും ഊഷ്മളമാക്കാനും സംരക്ഷിക്കുന്ന ഭാവങ്ങളെ കൊണ്ടുവരാനും ബെഥനി എന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. സംരക്ഷണത്തിൻ്റെ അർത്ഥങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, സംരക്ഷിക്കുന്ന സ്പർശങ്ങൾ വേണം കുർബാനയിലും കുമ്പസാരത്തിലും കുദാശകളിലൊക്കെ. ഈ സംരക്ഷിക്കുന്ന ഭാവം കടന്നു വരണം. അത് വൈദികരിലും വരണം, ദാമ്പത്യ ജീവിതത്തിലും വരണം, യുവതലമുറയിൽ വരണം. ഇന്ന് എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാതെ ഉപയോഗിക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. ഈ സംരക്ഷണം ഇല്ലാതെയാകുമ്പോഴാണ് അപരനെ നമ്മൾ അപ്പമാക്കുന്നത്. ഈ സംരക്ഷിക്കാൻ താല്പര്യമില്ലാതെ ആകുമ്പോഴാണ് അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നത്, എളുപ്പ വഴിയിലെ ക്രിയകൾ നടക്കുന്നത്. സംരക്ഷണ ഭാവം നശിക്കുമ്പോഴാണ് അധികാര പ്രമത്തതയിൽ എല്ലാത്തിനെയും കാൽക്കീഴിൽ വെച്ച് അടിച്ചമർത്താനായിട്ട് വരുന്നത്. പക്ഷെ ശുശ്രൂഷിക്കുന്ന നേതൃത്വത്തിലോ വിശ്വസ്തയും അനുസരണയും ഭാവങ്ങളിലോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആ ജീവിത വിശുദ്ധിയിലോ ഒന്നും അപരനെ അപ്പമാക്കുകയില്ല, സംരക്ഷിക്കും. ആ സംരക്ഷണത്തിലാണ് നമ്മൾ സംവാദത്തിലേക്ക് കടക്കുക. സംരക്ഷണത്തിലാണ് നമ്മൾ അപരനെ പ്രതിയോഗിയാകാതെ സംയോഗിയായിട്ട് കാണുക. സംരക്ഷണത്തിലാണ് നല്ല ബന്ധങ്ങൾ വരുന്നത്. കാരണം ദൈവം സംരക്ഷണമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. സോ ദാമ്പത്യ ജീവിതത്തിന്റെ അന്തരാളങ്ങളിലേക്ക് നിങ്ങൾ കടന്ന് ചിന്തിക്കുമ്പോൾ സമർപ്പണം എന്ന് പറയുന്ന ഒരു സാധനം വരും. We need to surrender one another. ആ സംരക്ഷണ ഭാവങ്ങളാണ് വാസ്തവത്തില് കൃപ നിറയുന്ന കുടുംബങ്ങളുടെ മുഖമുദ്രയായിട്ട് വരണ്ടേ. സംരക്ഷണമില്ലായ്മയല്ലേ നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ മൂലച്യുതിയായിട്ട് വന്നിരിക്കുന്നേ. അത് സീനിയേഴ്സിനെ സംരക്ഷിക്കുന്നതായിക്കോട്ടെ, മക്കളെ സംരക്ഷിക്കുന്നതായിക്കോട്ടെ. സോ കുടുംബങ്ങളിലെ കുഞ്ഞു മക്കൾക്ക് പോലും സംരക്ഷണമില്ലാതെ ആകുമ്പോൾ അപ്പോഴല്ലേ പോസ്കോ കേസുകൾ പൊന്തി വരുന്നേ. സംരക്ഷണമില്ലാതെ ആയിരിക്കുന്നു. കുടുംബങ്ങൾ പോലും മക്കൾക്ക് ഭയത്തിന് കാരണമായിരിക്കുന്നു. അവിടെ ബന്ധങ്ങളൊക്കെ വെറുപ്പുളവാക്കുന്ന ഒരു അവസ്ഥ വിശേഷത്തെ കൊണ്ടുവരും. ദാറ്റ്സ് വെരി ഡേഞ്ചറസ് തിങ്. ആ സംരക്ഷിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അല്പം കൂടി ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ സംരക്ഷണ വലയത്തിലാണ് നിങ്ങൾ പരസ്പരം പറയുന്നത്, ഈ ടേക്ക് മീ, യു ക്യാൻ ഹാവ് മീ, ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു. അങ്ങനെയല്ലേ നിങ്ങൾ കുടുംബജീവിതത്തിന്റെ ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ ആഴങ്ങളിൽ സംസാരിക്കണേ. ആ സ്നേഹതലങ്ങളിലേക്ക് വളരുമ്പോഴല്ലേ യേശുനാഥൻ നമ്മളോട് പറയണേ, നിങ്ങൾ എത്രമാത്രം എന്നെ സംരക്ഷിച്ചു, ഞാനും നിങ്ങളെ എത്രമാത്രം സംരക്ഷിക്കുന്നു. എനിക്ക് തരാൻ ഒന്നുമില്ല, ബട്ട് ടേക്ക് ആൻഡ് ഈറ്റ് മീ എന്ന് പറയണേ. നിങ്ങൾക്ക് വേണ്ടി മുറിപ്പെടുന്ന അല്ലെങ്കിൽ മുറിച്ചു നൽകുന്ന എൻ്റെ ഈ ശരീരം എന്ന് പറയണേ. ദാമ്പത്യ ജീവിതത്തിന്റെ സംരക്ഷണ വലയങ്ങളാണ് കുർബാനയായിട്ട് ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. പക്ഷെ കുടുംബങ്ങളിലെ സംരക്ഷണം ഇല്ലാതെയാകുമ്പോൾ, സംരക്ഷിക്കുന്ന ആ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്നേഹത്തെ മനസ്സിലാക്കാതെ ആകുമ്പോൾ നമുക്ക് കുർബാനയും മനസ്സിലാവില്ല. അതല്ലെങ്കിൽ കുർബാനയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന നിങ്ങൾ ഈ സമർപ്പണത്തിന്റെ അർത്ഥം മനസ്സിലാവും. പലപ്പോഴും ഞാൻ അച്ഛന്മാരോട് പറയും, പൗരോഹിത്യത്തിന്റെ സിംഗുലാരിറ്റിയിൽ നല്ല കുർബാനയെ മനസ്സിലാക്കേണ്ടത്. കുർബാനയെ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും പുനരൈക്യത്തിന്റെ ഭാവങ്ങളിൽ നിന്നാണ്. കുടുംബത്തിന്റെ അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കുർബാനയെ മനസ്സിലാക്കേണ്ടതെന്ന് പറയും. ഇപ്പൊ കുർബാനയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ സംരക്ഷണത്തിന്റെ പരാകാഷ്ഠ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റിൽ മനസ്സിലാവാൻ തുടങ്ങും. അപ്പം നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമുക്ക് ആരെങ്കിലും ഭക്ഷണമാക്കിയതിൻ്റെ അനുഭൂതി ഉണ്ടോ? ദാറ്റ് ടേക്ക് ആൻഡ് ഈറ്റ് മീ, ദിസ് ഈസ് മൈ ബോഡി, എൻ്റെ ശരീരമാകുന്നത് നിനക്ക് വേണ്ടി മുറിച്ചു തരും എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഈ ലോകത്തിലെ ഏത് കാര്യം മനസ്സിലാക്കണമെങ്കിലും
നമ്മുടെ ഉള്ളിൽ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. അനുഭവത്തിന്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് വളരെ ചെറിയ അനുഭവമായാലും മതി. ഇപ്പൊ ദൈവം ഒരു ആട്ടിടയനാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവം ആട്ടിടയനൊന്നല്ലാന്ന്. ദൈവത്തിന്റെ പണി എന്ന് പറഞ്ഞ ആടുകളാണോ? ഇറ്റ്സ് നോട്ട് ദേ. പക്ഷെ ആട്ടിടയന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിങ്ങനെ ഞാൻ നോർത്തിലൊക്കെ പോകുമ്പോൾ കാണാം, ഒരു ആട്ടിടയന്റെ താഴെ ഒരു 6000 7000 നേരത്തെ ഒരു 10,000 ആടുകൾ. അവൻ ഒരാൾ അങ്ങനെ ഉണ്ടാവില്ല, 2 അല്ലെങ്കിൽ ഒരു ചെറിയ പയ്യനായിരിക്കും. ഈ 10,000 ആടുകളെ അവൻ കാട്ടിൽ കൊണ്ടുപോയി നടത്തി ദിവസം മുഴുവൻ നടത്തി തിരിച്ചു വരും. കാരണം ആ എൻറ്റയർ വില്ലേജിന്റെ ആടുകളെ ഒരാളായിരിക്കും നോക്കുക. അവൻ എന്ന് വിളിക്കും ബും ഒക്കെ കൂടെ അങ്ങോട്ട് ഇരിക്കും. കാം എന്ന് പറഞ്ഞാൽ വിളിക്കും, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചു. He listens. How he cares. എന്നിട്ട് നമ്മൾ പറയുകയാണ് ദൈവം അങ്ങനെ ഒരു ആട്ടിടയനെ പോലെയാണ്. അവന്റെ സ്വരം കേട്ട് ആടുകൾ അവന്റെ പിന്നാലെ പോവും. ആ ആടുകൾക്ക് വേണ്ടി അവന്റെ ജീവൻ കൊടുക്കും. അതിനുള്ളിലൊരു അനുഭൂതി ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ കുർബാനയിൽ അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടോ? നമ്മൾക്ക് ആരെങ്കിലും തിന്നാൻ പറ്റുമോ? അത് ഈ പെണ്ണുങ്ങൾക്കറിയാം ആ കാര്യം. കാരണം അവരുടെ ലാംഗ്വേജാ കർത്താവ് പിന്നീട് സംസാരിക്കണേ, സംരക്ഷണത്തിന്റെ ലാംഗ്വേജ്. അപ്പൊ നമ്മളൊക്കെ ജനിച്ചിട്ട് ഇത്രയും ഉണ്ടായിരുന്നപ്പോ ഒരു 2 കിലോ 3 കിലോ ആയിട്ട് അവരുടെ കയ്യിൽ എത്തിയപ്പോ അവസാനം വിശപ്പ് മാത്രം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അങ്ങനെ കരഞ്ഞപ്പോ ഭാഷ വരുന്നതിന് മുമ്പ്, അർത്ഥങ്ങൾ വരുന്നതിന് മുമ്പ്, പല കാര്യങ്ങളും അറിയുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിച്ചത് സംരക്ഷണത്തിന്റെ ഒരു ലാംഗ്വേജ് ആയിരുന്നു. അതിൽ ഈ വലിയ ആ സാധനം നമ്മളെ കയ്യിൽ എടുത്തിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു. ഇത് എൻ്റെ ശരീരമാകുന്നു നിനക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ്. എന്നിട്ട് നമ്മൾ നമ്മുടെ അമ്മയെ തിന്നു. സംരക്ഷണത്തിന്റെ പര്യായമായിരുന്നു അത് ലാംഗ്വേജ് അല്ലായിരുന്നു, അതൊരു അനുഭൂതിയായിരുന്നു. നമ്മുടെ ഉള്ളിലൊക്കെ ഭാഷ വരുന്നതിന് മുമ്പ് വന്നത്. അപ്പൊ പലപ്പോഴും പ്രൊട്ടസ്റ്റന്റുകാർ കുർബാനയെ കുറിച്ച് സാക്രമെന്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, അക്ഷരങ്ങളുടെ അപ്പുറത്തും അർത്ഥങ്ങളുണ്ട്. എല്ലാ അർത്ഥങ്ങളും അക്ഷരങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, ആ അർത്ഥങ്ങൾ വരുന്ന ഒരു തലമാണ് സംരക്ഷണം. അതൊരു ഭാഷയാണ്. അതുകൊണ്ടാണ് സ്നേഹം ഒരു ഭാഷയായിട്ട് മാറുന്നത്, ഒരു മാർഗമായിട്ട് മാറുന്നത്. അപ്പൊ സംരക്ഷണം, ദൈവം സംരക്ഷണമാകുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിതാവിന്റെ സംരക്ഷണത്തിൽ ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ സംരക്ഷണത്തിൽ ആയിരിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരാം, നിങ്ങൾ പരസ്പരം സംരക്ഷിക്കുവിൻ. നിങ്ങൾ പരസ്പരം സംരക്ഷിച്ചാൽ ഈ ലോകം അറിയും നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന്. കാരണം പർദീസയുടെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഭാവമാണ് ഈ സംരക്ഷണം. എല്ലാവരെയും സംരക്ഷിക്കുന്ന, ഒന്നിനെയും ആഗ്രഹിക്കാതെ എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ഒരു ദേശമാണ് ഈ സ്വർഗം. അപ്പൊ ആ സ്വർഗത്തിന്റെ ആദ്യ രുചി നമ്മൾ എങ്ങനെ അനുഭവിക്കുക? നമ്മളും സംരക്ഷണത്തിന്റെ പാതയിലേക്ക് കടക്കുമ്പോ, സ്നേഹമാർഗത്തിന്റെ പാതയിലേക്ക് കടക്കുമ്പോ. അപ്പൊ കുടുംബത്തില് ദമ്പതിമാര് പരസ്പരം ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു എന്ന് പറയുമ്പോ, അത് കഴിഞ്ഞ് പരസ്പരം സംരക്ഷിക്കുമ്പോ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു എന്ന് പറഞ്ഞ് ആ മകന് അല്ലെ മകൾക്കൊരു ഭാഷയാകുമ്പോ നിങ്ങൾ സ്നേഹമാർഗത്തിലേക്ക് കടക്കുകയാണ്. സംരക്ഷണത്തിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ ആ കുടുംബങ്ങൾ ഇന്ന് നശിക്കുമ്പോൾ, സംരക്ഷിക്കാതെ എല്ലാം ഒരു ബിസിനസ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് കുർബാന മനസ്സിലാകാതെയാകുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ അച്ഛന്മാരോട് പറയും, ഒരു പെണ്ണിനെ പോലും ഫീൽ ചെയ്യണം, അമ്മയെ പോലെ അവർക്ക് ഭക്ഷണം പകുത്തു കൊടുക്കാൻ പഠിക്കണം. അപ്പൊ മലങ്കര സഭയുടെ ഓൾട്ടറും മലങ്കര സഭയുടെ ആ കുർബാന ചെല്ലുന്ന ഭാവങ്ങളും കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും ഏതൊക്കെയോ ഗ്യാസ് ഇല്ലാത്ത വില്ലേജിലെ അടക്കള പോലെ ഒത്തിരി പുകയും തുമ്മി. ഞാൻ ആദ്യം മലങ്കര കുർബാന ചെല്ലുമ്പോൾ ഒത്തിരി തുമ്മുമായിരുന്നു. കാരണം മുന്നിലേക്ക് മൂക്കിന്റെ താഴ്ത്തിക്കല്ലേ ആ ഏകപിതാവ് പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആ ധൂപം വാഴ്ത്തുമ്പോ നല്ല പുക മൂക്കിലടിച്ച് ഞാൻ തുമ്മല്. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ വരും, പണ്ട് അമ്മ അടുക്കളയിലിരുന്ന് ഈ സാരി തലപ്പോണ്ട് കണ്ണ് തുടച്ച് കഞ്ഞി വയ്ക്കുന്നതും ഊതുന്നതൊക്കെ. ആ ത്രോണസ് ഒരു അടുക്കളയല്ലേ, സംരക്ഷണത്തിന്റെ അടുക്കള. അവിടെ പാകം ചെയ്യുന്നത് കഴിക്കുന്നത് സംരക്ഷണമല്ലേ. അവിടുത്തെ അച്ഛന്മാരൊക്കെ ചിലപ്പോ അധികാര പ്രമത്തതയിലൊക്കെ നിൽക്കുമ്പോ
നമ്മൾ മനസ്സിലാക്കണം, ആ പടിഞ്ഞാറോട്ടെടുക്കൽ ഒരു സംരക്ഷണത്തിന്റെ ഭാവമാണെന്ന്. അല്ലെങ്കിൽ നിന്റെ പവിത്രമായ ത്രോണോസിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകട്ടെ എന്ന് പറയുമ്പോൾ ആ പാപപരിഹാരം ഒരു സംരക്ഷണമല്ലേ, എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന സംരക്ഷണം. അപ്പൊ കുടുംബജീവിതത്തിന്റെ ഉള്ളില് നിങ്ങൾ സ്നേഹമാർഗത്തിലേക്ക് കടക്കുമ്പോൾ ദാരിദ്ര്യവും അനുസരണവും ജീവിത വിശുദ്ധിയും സംരക്ഷണത്തിന്റെ വലയങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളെ സ്പർശിക്കും. അപ്പോ അത് സ്നേഹമാർഗം ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയ സന്യാസിയുടെ ഭാവമല്ല. എൻ്റെ അമ്മ എന്നോട് പറയുന്ന പോലെ എൻ്റെ മകൻ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല. പിതാവിന്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാനും പുനരൈക്യത്തിലൂടെ നമ്മൾ എവിടെ എത്തും, നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്ന സ്നേഹങ്ങളായും മാറുന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരും. സംരക്ഷിക്കണം, നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയും, പട്ടീനെയും പൂച്ചേനെയും. അപ്പൊ എൻ്റെ മോൻ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ മലയേനെയും പൂച്ചേനെയും പട്ടീനെയും കോഴീനെയും മലയും വാഴയും ഒക്കെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നൗ ഐ അണ്ടർസ്റ്റാൻഡ്, സംരക്ഷിക്കണം. പിന്നീട് നമ്മൾ എക്കോളജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സംരക്ഷണമല്ലേ. നമ്മുടെ സ്നേഹവലയങ്ങൾ എവിടെ ചെന്നെത്തണം? പുനരൈക്യപ്പെടുന്നത് എന്തിനാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരമുള്ളൂ, സംരക്ഷിക്കാൻ, പരസ്പരം സംരക്ഷിക്കാൻ. ഈ സുവിശേഷ സംഘങ്ങൾ എന്തിനാ കയ്യൊപ്പ് മേടിക്കണേ? കയ്യൊപ്പ് മേടിക്കുന്നത് വരെ ഇറ്റ് ഈസ് ലൈക്ക് പുനരൈക്യപ്പെടാനുള്ള ദാഹം, രക്ഷാകരമായി തിരുത്തലിനുള്ള ദാഹം. പിന്നീട് തിരുത്തപ്പെട്ടതിന് ശേഷം ആ ഒരു സ്റ്റേജിലെ ആ പ്രിപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഇനി എങ്ങനെ ജീവിക്കും? അതാണ് സംരക്ഷണത്തിന്റെ ജീവിതം. ഈ തന്നെയും തൻ്റെ ചുറ്റുമുള്ളവരെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഈ സ്നേഹത്തിന്റെ ഈ കുടുംബ ഭാവങ്ങളിലാണ് നമ്മൾ കുട്ടികളോട് കല്യാണമൊക്കെ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം വേണം, പ്രീമാരിറ്റൽ സെക്സ് ഒന്നും പാടില്ല എന്നൊക്കെ പറയണത്. അതല്ലെങ്കിൽ ആ വിവാഹ ബന്ധത്തിന്റെ പവിത്രതയ്ക്ക് അപ്പുറത്ത് സ്പർശങ്ങൾ പാടില്ല എന്നൊക്കെ പറയണത് ഇതുകൊണ്ടാണ്. കാരണം സംരക്ഷണം ഇല്ലെങ്കിൽ അവിടെ വെറുപ്പ് വരും. ഈ ഭാവം പറഞ്ഞു വരുമ്പോ ഈ ഇവാനിയോസ് പിതാവ് കുടുംബ ജീവിതത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ സ്നേഹമാർഗത്തിന്റെ ഒരു മൂന്നാം മാർഗം വരണമെന്ന് സിസ്റ്റേഴ്സിനും ഫാദേഴ്സിനും പിന്നീട് ലേ പീപ്പിളിനും ഒരു സ്നേഹമാർഗത്തിന്റെ അല്ലെങ്കിൽ ഈ ഇവാനിയൻ വേ എന്ന് പറഞ്ഞാൽ ആ ഒരു ബദനിയുടെ സ്നേഹം അല്ലെങ്കിൽ ആ സ്നേഹമാർഗത്തിൽ അവരും വളർത്തണം, ഈ സംരക്ഷിക്കുന്ന ഭാവങ്ങൾ അവരിലും വരണം എന്ന് പറയും. പക്ഷെ അത് എന്തുകൊണ്ടോ അങ്ങോട്ട് ഫുള്ള് പിക്കപ്പ് ചെയ്തില്ല. പക്ഷെ പിതാവ് ഈ വിവാഹിതർക്ക് എഴുതിയ ഒരു ലെറ്റർ ഉണ്ട്, ഒരു ചെറിയ ബുക്ക്ലെറ്റ് പോലെയോ ഒരു 10. അതിന്റെ മലയാളം എനിക്ക് ഐ ഡി നോട്ട് ഗെറ്റ്, അതിന്റെ ഇംഗ്ലീഷ് ആണ് എനിക്കുള്ളത്. അപ്പൊ പിതാവ് അവരോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡോണ്ട് കൺസിഡർ മാരേജ് ഈസ് എ കോർപ്പറൽ ആക്ട് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആക്ട്. ദെൻ ഈച്ച് കപ്പിൾ, നിങ്ങൾ എല്ലാവരും യു ഷുഡ് ഹാവ് എ യൂണിയൻ ഓഫ് ഹാർട്ട്, a union in holy love. Then he will say a fusion in pure love. He says. കുടുംബജീവിതത്തെ പറ്റി അദ്ദേഹം പറയുന്നതാണ്, ഭാര്യ ഭർത്താവിനോട് പറയുന്നതാണ്. പിന്നീട് അതിന് പറയും, then you should make yourself worthy for such love. അപരനിൽ നിന്ന് ആ തരത്തിലുള്ള ഒരു സ്നേഹത്തെ സ്വീകരിക്കാൻ നീ നിന്നെ തന്നെ യോഗ്യനാക്കണം എന്ന് പറയും. ആ യോഗ്യത എങ്ങനെയാ വരിക? സംരക്ഷിക്കുന്ന ഭാവത്തിലേക്ക് കടക്കുമ്പോൾ. ആ യോഗ്യനാകുന്നത് സംരക്ഷിക്കാനുള്ള കേപ്പബിലിറ്റി വരുമ്പോഴാണ്. തൻ്റെ കൈ പിടിച്ച് നടത്തുന്ന ആ പെണ്ണിനെയോ അതിൻ്റെ മക്കളെയോ ആ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകളെയോ ഒക്കെ സംരക്ഷിക്കാനുള്ള കെൽപ്പുണ്ടാകുമ്പോഴാണ് ആ സംരക്ഷണത്തിന്റെ കുടുംബജീവിതത്തിന്റെ കൃപ നിറയുന്ന കുടുംബങ്ങളിലേക്ക് കയറാനുള്ള ആ ഒരു യോഗ്യത അവന് അല്ലെങ്കിൽ അവൾക്ക് വരുന്നത്. അപ്പോൾ അതില് ഈ പ്രേമമാർഗത്തെ അല്ലെങ്കിൽ സ്നേഹമാർഗത്തെ 3 ഭാവങ്ങളില് പിതാവ് പറയും. അതിനൊരു മനപ്പൊരുത്തം വേണമെന്ന് പറയും. പോസിറ്റീവായിട്ടും കൊഞ്ചുഗൽ ലവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയും ഭർത്ത് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഒരു കുർബാനയുടെ വിശുദ്ധിയോടുകൂടെ പറയുകയാണ്, യു ഷുഡ് സറണ്ടർ.
നീ എന്നെ എത്രമാത്രം സംരക്ഷിക്കുന്നു, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ടേക്ക് മീ. അതല്ലേ ഹോളി ലവ്, എ യൂണിയൻ ഇൻ ഹോളി ലവ് ആൻഡ് അൺകണ്ടീഷണലി സറണ്ടറിങ്. പക്ഷെ പട്ടിയും പൂച്ചിയായിരിക്കുക. പലപ്പോഴും പറയും കുടുംബജീവിതത്തിന്റെ ആദ്യത്തെ ആ ഒരു യൂണിയന്റെ 20 മിനിറ്റിന്റെ ഉള്ളിൽ കഴിഞ്ഞു പണിയുന്നു, പിന്നെ വെറുപ്പ് മാത്രം നിറച്ചുകൊണ്ട് ഒരു തരം അഡ്ജസ്റ്റ്മെന്റിന്റെ ജീവിതം നയിക്കുകയല്ലേ. പക്ഷെ ദർ ഷുഡ് ബി എ യൂണിയൻ ഓഫ് ഹോളി ലവ്. ആ ഹോളി ലവ്, അവിടെ ആ ലവ് ഈസ് പ്രൊട്ടക്ഷൻ. then he says a fusion in pure love എന്ന് പറയും. അവിടെ നിങ്ങൾ രണ്ടാള് മാത്രമല്ല എന്നാ പിതാവ് പിന്നെ പറയാ, ദൈവം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ആ സംരക്ഷണം. കാരണം നമ്മൾ എന്തിനാ പരസ്പരം സ്നേഹിക്കണേ, നമ്മൾ എന്തിനാ പരസ്പരം യു ഷുഡ് ലവ് വൺ അനദർ. ഇറ്റ് ഈസ് ബിക്കോസ് ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങളും എത്തുന്നതിന് വേണ്ടിയാണ്. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എത്താൻ കഴിയില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പൊ ആ സ്നേഹം സ്വർഗാഭിമുഖ് ഉള്ളതാണ്, സ്വർഗത്തിലേക്ക് പോകണം. അവിടെ ദൈവമുണ്ട്. അപ്പൊ അവിടെ ദൈവികമായ ആ ഒരു സംരക്ഷണം, ആ സംരക്ഷണം തലമുറകളെ സംരക്ഷിക്കുന്ന, നീ എന്തൊക്കെയാണോ നിന്റേതെന്ന് കരുതുന്നു അതിനെയൊക്കെ സംരക്ഷിക്കുന്ന സ്വർഗീയ സംരക്ഷണത്തിന്റെ ഫ്യൂഷൻ അതിൽ കടന്നു വരണം. അതല്ലെങ്കിൽ നമ്മളിൽ തന്നെ വിശ്വസിക്കുന്ന എല്ലാം ഇവിടെ വിശ്വസിക്കുന്നേയിരിക്കും. അപ്പൊ കർത്താവ് പറയുന്നത്, എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട്, നീ നിന്റെ ആദ്യ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി. എന്താ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത്? സംരക്ഷണം. വിവാഹത്തിന്റെ ആദ്യ നാളുകളിലേക്ക് ഒന്ന് കടന്നുപോയി നോക്കിയാൽ, ഹൗ യു ആർ പ്രൊട്ടക്ടിങ്, കാപ്പി കുടിച്ചോ, എഴുന്നേറ്റോ, എങ്ങനെയാ, മുഖം മാറിയോ എന്നൊക്കെ പറഞ്ഞിരുന്ന പാർട്ടികളല്ലേ. നൗ യു ഡോണ്ട് ഈവൻ ലുക്ക് അറ്റ് നൗ സം ടൈം. ആദ്യ കർമ്മങ്ങൾ പിന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഹൗ യു ഇന്റർപ്രറ്റ് ദാറ്റ്? സംരക്ഷണത്തിന്റെ ഭാവങ്ങൾ വീണ്ടും കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്തിനാ പുനരൈക്യപ്പെടണേ? ബിസിനസ്സിന് വേണ്ടിയിട്ടോ. സോ കുടുംബജീവിതത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിൽക്കുകയും വീണ്ടും ഉള്ളിൽ മ്ലേച്ഛത ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോ എന്ന് ചോദിക്കണം, സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം, സംരക്ഷണത്തിന്റെ വലയത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ കുടുംബങ്ങൾ കൃപ നിറയുന്ന കുടുംബങ്ങളാവും. അപ്പോൾ ഹൃദയത്തിന്റെ ആ ഒരു കൂട്ടായ്മയിൽ, ഒന്നിപ്പിൽ നിന്ന് അവിടെ സംരക്ഷണത്തിന്റെ യൂണിയൻ വരും. അവിടെ എല്ലാ സ്പർശങ്ങളും സംരക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ അപരന് അത് എല്ലാതും സംരക്ഷണത്തിന്റെ ഭാവങ്ങളായിട്ട് തോന്നും, ഒന്നും ഉപയോഗിക്കുന്നതായിട്ടോ നശിപ്പിക്കുന്നതായിട്ടോ തോന്നില്ല. ദാറ്റ് കംപ്ലീറ്റ് ഗിവിങ് ഇന്ന് നമ്മൾ ദാമ്പത്യ ജീവിതം എന്ന് പറയും. ആൻഡ് ഐ ഫീൽ ഓൾവേസ് സോ ഹാപ്പി ടു സീ വെൻ ദേ ലിവ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് ഐ സീ മീ ഇൻ ദം. സോ പിന്നീട് നിങ്ങൾ സന്യാസഭാവങ്ങള് മാറിയവാനിസ് പിതാവിൽ കുഞ്ഞുനാളിലേ ഉണ്ടെന്ന് പറയും. എന്താ സന്യാസഭാവങ്ങൾ കുഞ്ഞുനാളിൽ പിതാവിൽ ഉണ്ടായിരുന്നത്? ഗിരിദീപം തുടങ്ങുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ അത് പറയുന്നതാണ്. ബാല്യകാലത്തിൽ തന്നെ സന്യാസത്തിന്റെ ഒരു ഭാവം എന്തായിരുന്നു? സന്യാസഭാവം സംരക്ഷിക്കാനുള്ള തീവ്രമായ ഭാവം, അതല്ലേ സന്യാസം. സംരക്ഷിക്കാനുള്ള ആഗ്രഹം, എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം, അതാ സന്യാസി. അത് കുടുംബജീവിതത്തിൽ നിങ്ങളെ ഗ്രസിക്കാം, ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഗ്രസിക്കാം. കാരണം ആ സന്യാസിക്ക് മാത്രമേ ആ സിംഗിൾ മൈൻഡഡ് പ്രൊട്ടക്ഷനിലേക്കും, അല്ലെങ്കിൽ ഇത് എനിക്ക് മതി എന്ന് പറയുന്നതിലേക്കും, അതല്ലെങ്കിൽ അനുസരണത്തിലൂടെ സംരക്ഷിക്കാനൊക്കെ കടക്കാൻ പറ്റുള്ളൂ. പക്ഷേ പിതാവിൽ സ്നേഹഭാവം ബാല്യാവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ അന്നാമയിൽ നിന്ന് കിട്ടിയതായിരിക്കാം, ചുറ്റുവട്ടമുള്ള കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയതായിരിക്കാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർന്നു വരുമ്പോൾ ഓരോ സ്റ്റെപ്പിലും സമുദായത്തെ സംരക്ഷിക്കാനുള്ള അദമ്യമായ ആഗ്രഹം, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, കുഞ്ഞുമക്കളെ, ബാലികകളെ, പെണ്ണുങ്ങളെ, കുടുംബങ്ങളെ, മലകളെ, പുഴകളെ, കുറുക്കനെ, പട്ടീനെ, അമ്മച്ചി പശുവിനെ, മരങ്ങളെ, എല്ലാത്തിനെയും സംരക്ഷിക്കാനുള്ള ഭാവം അങ്ങനെ കയറി വരും. ആ സംരക്ഷണത്തിൻ്റെ തണലിലാണ് മലങ്കര സഭ വളർന്നതും. ഇത്രയും കുറച്ച് കാലത്തിനുള്ളിൽ ഇത്രയും വളരാനുണ്ടായ കാരണം ആ പിതാവിൻ്റെ വലിയ സംരക്ഷണം നിങ്ങളുടെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുടുംബങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇവാനിയൻ വേ ഇൻ ഫാക്ട് എ ലേ പീപ്പിൾ വേ ആണ്. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കും, സ്നേഹത്തിൽ നിറഞ്ഞ്
നമ്മളെങ്ങനെ ജീവിക്കും? അതാണ് അതിൻ്റെ താഴെ കിടക്കുന്ന ഒരു കാര്യം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ചിന്തകൾ. ഇതിൻ്റെ അടുത്ത ഒരു ഭാഗം കൂടിയുണ്ട്. അതോടുകൂടി ഈ സ്നേഹമാർഗത്തിനെ കുറിച്ചുള്ള ധ്യാനം നമ്മൾ അവസാനിപ്പിക്കാം. എൻ്റെ സുഹൃത്തുക്കളെ, കുടുംബത്തിൽ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. ആ പ്രാർത്ഥനയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള വ്യക്തികളെ കുറിച്ച് ധ്യാനിക്കണം. ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ചൊക്കെ ധ്യാനിക്കണം. അവരെയൊക്കെ നോക്കണം. എന്നിട്ട് അവർ കുടുംബം നോക്കൂട്ട എന്ന് പറയുന്ന ലാംഗ്വേജ്, നല്ലോണം കുടുംബം നോക്കൂട്ട. വാട്ട് യു മീൻ ബൈ ദാറ്റ്? കുടുംബത്തെ സംരക്ഷിക്കും. ആ നോട്ടങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടെങ്കിലും എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ആ സ്നേഹം അതവിടെ ഇല്ലാതെയായി പോകും. മക്കളെ സംരക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാത്തിനെയും സംരക്ഷിക്കുന്നുണ്ടോ? ഒന്ന് നോക്കുക. സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവിടെ എവിടെയോ മ്ലേച്ഛതകളുണ്ട്. കുറേലായിശോൻ പറയണം, തീവ്രമായിട്ട് പുനരൈക്യപ്പെടാൻ ആഗ്രഹിക്കണം. സ്നേഹം നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബങ്ങളെ കൃപ നിറഞ്ഞ കുടുംബങ്ങളാക്കി മാറ്റട്ടെ. ഒരു യൂണിയൻ ഓഫ് ഹാർട്ടും ഒരു യൂണിയൻ ഓഫ് ഹോളി ലവും ഫ്യൂഷൻ ഓഫ് പ്യുവർ ലവും നിങ്ങളുടെ കുടുംബത്തിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.